96 വയസ്സുണ്ടായിരുന്ന വന്ദനായ ഡോക്ടർ TJ ജോഷുവാച്ചൻ നമ്മുടെ എല്ലാം ഗുരുവാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വളരെ ഹൃദയബന്ധം ഉള്ള ഒരു സുഹൃത്തായിരുന്നു. ഓർത്തഡോക്സ് വൈദിക സെമിനാരിയുടെ പ്രധാന ലൈബ്രറിയനും ദിവ്യബോധനം പദ്ധതിയുടെ സ്ഥാപക കോർഡിനേറ്ററുമായ വന്ദനായ CC ചെറിയാനച്ചൻ. വന്യ ജോഷുവാച്ചൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കുറിച്ചി തെക്കിനേത്ത് ഭവനത്തിലുണ്ടായിരുന്നു. അച്ഛൻ TJ ജോഷുവാച്ചനെ സ്മരിക്കുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഹൃദയം നിറഞ്ഞ ദുഃഖത്തോടുകൂടിയാണ് ഒരു വശത്ത് ഞാൻ നിൽക്കുന്നത്. അതേ സമയത്ത് തന്നെ വളരെ പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് യാത്രയായ ഈ മഹാ ആചാര്യനെ ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അച്ഛനെപ്പറ്റി ഒരുപാട് ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മളിവിടെ കേട്ടു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അച്ഛനെ മിക്കവാറും ടെലിഫോണിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അവിടെ അച്ഛൻ്റെ ഭവനത്തിൽ പലപ്പോഴും പോയി സംബന്ധിക്കാറുണ്ട്. അച്ഛൻ കാലം ചെയ്യുന്നതിൻ്റെ തലേ ദിവസം, വെള്ളിയാഴ്ച ദിവസം ഞാനും കുടുംബവും പോയി അച്ഛനെ കണ്ടു, സംസാരിച്ചു. അച്ഛൻ കിടക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞു, എനിക്ക് ക്ഷീണമാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു ചുംബനം തരണമെന്ന് പറഞ്ഞു. വളരെ ഹൃദയഭേദകമായിട്ടാണ് എനിക്കത് തോന്നിയത്. ഞാൻ ചുംബനം കൊടുത്തു. അച്ഛൻ എന്നെയും ചുംബിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വെച്ചാൽ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. കാഴ്ചയ്ക്ക് ഒരു കണ്ണിന് തീരെ കാഴ്ചയില്ല, പക്ഷെ എന്നാലും ഉൾക്കാഴ്ച വളരെ ധാരാളമായിട്ട് തന്നിട്ടുണ്ട്. ആ ഉൾക്കാഴ്ച കൊണ്ട് ഒരുപാട് ആശയങ്ങൾ പങ്കുവെക്കുന്ന പുസ്തകങ്ങൾ രചിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്. ദൈവം ഉപയോഗിക്കുന്നൊരു മനുഷ്യൻ എന്നുള്ള ആ ഒരു അനുഭവത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥമായ ഒരു ആചാര്യനായിരുന്നു. യഥാർത്ഥമായ മാതൃകയിലുള്ള ഒരു ഇടയനായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉപദേശം ലഭിക്കത്തക്കവണ്ണം അച്ഛൻ്റെ അടുക്കൽ വരുന്നവർക്കൊക്കെ ആശ്വാസവും സന്തോഷവും സമാധാനവും ലഭിക്കുന്നൊരു അനുഭവമായിരുന്നു. ആ രീതിയിൽ ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യരായിട്ട് നമ്മളെല്ലാവരും തീരണം എന്നുള്ളതാണ് അച്ഛൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന മനുഷ്യരായിട്ട് തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളോടും പ്രത്യേകിച്ച് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ ബഹുമാനപ്പെട്ട അച്ഛനെ ഓർത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. 71 പുസ്തകങ്ങൾ, അത് 33 വർഷം മനോരമയിലെ ഇന്നത്തെ ചിന്താവിഷയത്തിന്റെ കൂടെ നമുക്ക് ലഭിക്കും. അച്ഛന്റെ ബുക്കുകൾ എത്രയോ ജീവിതങ്ങളിൽ വ്യത്യാസം വരുത്തിയിരിക്കും. എനിക്ക് ഓസ്ട്രേലിയയിൽ ഒരിക്കൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കുടുംബം ആത്മഹത്യക്ക് ഒരുങ്ങാനായിട്ട് ചിന്തതയാണ്. അപ്പോഴാ ചിന്താവിഷയം വന്നപ്പോഴേ വ്യത്യാസം വന്നു പറഞ്ഞ പേർക്ക് ഫോൺ ചെയ്തു. അത് കേൾക്കുമ്പോഴേക്കും സന്തോഷമാണ്. ചിന്തിച്ചു നോക്കിയോ, അങ്ങനെ എത്രയോ പേർക്ക് അത് പ്രചോദനമാണ്. ജയിലിലുള്ളവരെ ജയിലിലുള്ളവര് ആദ്യം കിട്ടുന്ന ഇതാ വായിക്കുന്നത്. അച്ഛന്റെ പുസ്തകങ്ങളെല്ലാം അയച്ചു തരണം, എല്ലാം അയച്ചു കൊടുത്തു. എല്ലാം ജയിലിലേക്ക് വായിച്ചു. 21 പുസ്തകങ്ങൾ എഴുതാൻ ഒത്തുവെന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയിൽ പറ്റ ആർക്കും ഒത്തിട്ടില്ല. അതിന് ബൈബിളിലെ കുടുംബം 10 പതിപ്പ്, അതെ, പല എഡീഷൻ, 71 പല പുസ്തകങ്ങളും, പിന്നെ എന്താ പറയണ്ടേ, പല പതിപ്പ് വന്നിട്ട് ഒത്തിരി റീപ്രിന്റ് പറഞ്ഞില്ല. ഓരോ പുസ്തകം 10 റീപ്രിന്റ്. പിന്നെ ചില പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ഉണ്ട്. കുടുംബജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകമുള്ളത് അതിൻ്റെ ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമ്പോഴും ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന്
പൂർണ്ണമായിട്ട് ശ്രദ്ധയോടെ ഞങ്ങളെ പരിപാലിക്കുന്നവർക്ക് കരുതലിന് വേണ്ടി ഞങ്ങൾ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. രോഗത്തിൽ പരിശ്രമിക്കുന്ന സമയം നിന്റെ സാന്നിധ്യം എപ്പോഴും നിന്റെ മകനോട് കൂടെ ഉണ്ടായിരിക്കണം. ദൈവികമായ ചിന്തകൾ കൊണ്ട് മകനെ സന്തോഷിപ്പിക്കണമേ. നീ നിന്നെ സന്തോഷിക്കുവാൻ വേണം നിന്റെ മകനെ അവിടെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും ഞങ്ങളോട് ക്ഷമിച്ച് തിരുമനസ്സായ പ്രകാരം തുടർന്ന് ജീവിപ്പാൻ വേണം നാഗാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കുടുംബം, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നാമമഹത്വത്തിനായിട്ട് തുടർന്നും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുവാനായിട്ട് തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. രണ്ട് കാര്യങ്ങൾ കുടുംബത്തിന്റെ ഒരുമയ്ക്ക്. ഒന്ന്, ഫാമിലി പ്രേസ് ടുഗദർ, സ്റ്റേസ് ടുഗദർ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഭക്ഷിക്കുകയും കൂടെ ചെയ്യണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് അമ്മമാരാണ് അതിന്റെ ദൗത്യം എടുക്കേണ്ടത്. ഒരു കൊച്ച ഒരാളുടെ ഏൽപ്പിച്ച് രക്ഷിക്കുന്നു, എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് കഴിക്കാം. അങ്ങനെ ആദ്യം ഒരു ദിവസം അത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചേ വരുവുള്ളൂ. അതിനൊരു ഫിക്സഡ് ടൈം വേണം. അതെ, ആ ഫിക്സഡ് ടൈമില് ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗസ്റ്റോട് പറയാം, ഞങ്ങൾ പ്രാർത്ഥനാ സമയമാണ്, ഞങ്ങളോട് കൂടെ കൂടുന്നോ? അതെ, ഇതെല്ലാവരും എന്നാൽ അത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അവർക്ക് മുമ്പായി പറഞ്ഞു ചേരാവുന്നവരാളുകൾ ചേരും. അവർക്ക് ഒരു വലിയ സന്തോഷമായിരിക്കും. ഇങ്ങനെ ഒരു കുടുംബമുണ്ടോ, ഒരു പാട്ടൊക്കെ പാടി